UDF വൻ വിജയത്തിലേക്ക് നീങ്ങുകയാണെന്ന് നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്ത്. നിലമ്പൂരിൽ നേരത്തെ പറഞ്ഞതുപോലെ ചരിത്ര ഭൂരിപക്ഷം ലഭിക്കുന്നതിന്റെ സൂചനയാണ് വഴിക്കടവ് പഞ്ചായത്തിലെ 8000-ലധികം ഭൂരിപക്ഷമെന്നും ആര്യടൻ ഷൌക്കത്ത് പറഞ്ഞു. കേരളത്തിൽ ആകമാനം UDFന്റെ ഒരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുകയാണ്. പിണറായി വിജയൻ അടക്കം പിന്നിൽ നിൽക്കുന്ന ഒരവസ്ഥാവിശേഷം നിലനിൽക്കുക. കഴിഞ്ഞ 10 വർഷത്തെ LDF കഴിഞ്ഞ 10 വർഷത്തെ LDFന്റെ കിരാതമായ ഭരണത്തിൽ അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിലമ്പൂരിൽ ഇന്നേ വരെ കിട്ടിയിട്ടില്ലാത്ത ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരിൽ ഉണ്ടാവും അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക്. ആ ചരിത്ര ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിയപ്പോൾ തന്നെ അതിൻ്റെ നല്ല സൂചനകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും മുഴുവൻ എണ്ണിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. കാരണം ഒരു പഞ്ചായത്ത് എണ്ണി ഞാൻ ഒരു കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇതുവരെയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പുകളിൽ ലഭിക്കാത്ത ഒരു ഭൂരിപക്ഷം നിലമ്പൂരിൽ നിന്ന് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ആളുകൾ വിശ്വാസമർപ്പിക്കുമ്പോൾ അവരർപ്പിക്കുന്ന ആ വിശ്വാസത്തിനനുസരിച്ച് അവർക്ക് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. എനിക്ക് സന്തോഷമുണ്ടെങ്കിലും ഇത്രമാത്രം ജനങ്ങൾ വിശ്വസിക്കുമ്പോൾ അവർക്ക് എങ്ങനെ അത് തിരിച്ചു കൊടുക്കാൻ കഴിയുമെന്ന ആശങ്കയാണ് വാസ്തവത്തിൽ എനിക്കുള്ളത്. എന്തൊക്കെയായാലും ജനങ്ങളോട്, കാരണം മുഴുവൻ എണ്ണി തീർന്നാലേ നമുക്ക് കാര്യങ്ങൾ പറയാൻ സാധിക്കൂ. എന്തൊക്കെയായാലും ഈ വഴിക്കടവ് പഞ്ചായത്ത് എണ്ണിയപ്പോൾ ലഭിക്കുന്ന സൂചന ഒരു വലിയ ശുഭസൂചനയാണ്. എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 10 വർഷം എന്നത്, കാരണം ഒരു രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം എങ്ങനെയെങ്കിലും എന്ത് തോന്നിവാസം ചെയ്താലും അതിനെ മറക്കാൻ അവസാനം പെൻഷൻ ഒന്ന് കൂട്ടിക്കൊടുത്താൽ മതിയോ, ഒരു 400 രൂപ, അല്ലെങ്കിൽ ഒരു കിറ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി എന്ന് വിചാരിക്കുന്നൊരവസ്ഥയിലേക്ക് പിണറായി വിജയൻ ഗവൺമെന്റ് പോയി. മാത്രമല്ല, ആ വികൃതമായ സർക്കാരിൻ്റെ മുഖം അത് പൗഡറിട്ട് മിനുക്കാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പരസ്യങ്ങളാണ് കേരളത്തിൽ നൽകിയത്. ഇതിനൊക്കെ എതിരെയുള്ള വലിയ തിരിച്ചടിയാണ് കേരളത്തിലെ ജനങ്ങൾ. ഇതിപ്പോൾ നൽകിയ സൂചന മാത്രമല്ല, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്, 5 ഉപതെരഞ്ഞെടുപ്പുകളിൽ നമ്മളത് കണ്ടതാണ്, കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആ സൂചന ലഭിച്ചിട്ടും പിണറായി വിജയൻ അത് കണ്ണടച്ചു എന്നതാണ് യാഥാർത്ഥ്യം. വീണ്ടും ഈ ജനങ്ങളെ പറ്റിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലായിരുന്നു ശ്രീ പിണറായി വിജയൻ. അതിന് കൊടുത്തൊരു വലിയ മറുപടിയാണ് ഇത് എന്നതാണ് യാഥാർത്ഥ്യം. SS Gold, pure gold. SS Group, നിലമ്പൂർ.